സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന താജിക്കിസ്ഥാൻ പിന്നെ ഒരു രാജ്യമായി മാറുന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് അവർക്ക് അങ്ങോട്ട് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ സേനാ താവളങ്ങളൊക്കെ നൽകിയിട്ട് പൈസയൊക്കെ സമ്പാദിക്കണം. ഇവിടെ ചൈനയ്ക്കും അതുപോലെ അവിടെ സേനാ താവളമുണ്ട്, ഖനിയുമുണ്ട്. അവിടെ പണിയെടുക്കുന്ന 3 ചൈനക്കാർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടണമെങ്കിൽ അത് തൊട്ടടുത്തുള്ള ഒരു അയൽ രാജ്യത്തിൻ്റെ ആക്രമണം എന്നാണ് അവർ പറയുന്നത്. താജിക്കിസ്ഥാൻ പറയുന്നു. അതെ, അങ്ങനെയാണെങ്കിൽ അത് അഫ്ഗാനിസ്ഥാനും ആകാം, പാകിസ്ഥാനും ആകാം. അങ്ങനെ ഒരു സാധ്യതയും കൂടി ഇല്ലേ? പക്ഷെ അഫ്ഗാനിസ്ഥാൻ ആണെന്ന് പാകിസ്ഥാൻ പറയുന്നു, പാകിസ്ഥാൻ ആണെന്ന് അഫ്ഗാനിസ്ഥാനും പറയുന്നു. കൊല്ലപ്പെട്ടത് ചൈനക്കാരാണ്. അത് ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെടുകയാണെങ്കിലും ചൈനക്കാരാണ്, അല്ലേ? നഷ്ടം ചൈനയ്ക്കാണ്, അയൽ രാജ്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇത് സായുധ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഡ്രോൺ വരുന്നു, ആളില്ലാത്ത ഡ്രോൺ വരുന്നു, അതിൻ്റെ അകത്ത് ആയുധമുണ്ട്, ഗ്രനേഡ്, ബോംബ്, അത് ഈ ഖനിയുടെ മുകളിൽ ഇടുന്നു, ചൈനക്കാർ കൊല്ലപ്പെടുന്നു. ഇതാണ്. അപ്പോൾ മനഃപൂർവ്വം ഒരു അയൽ രാജ്യം. താജിക്കിസ്ഥാൻ പറഞ്ഞത് ഈ അരാജകത്വമൊക്കെ വിളയുന്ന ഒരു അയൽ രാജ്യം എന്നാണ് താജിക്കിസ്ഥാൻ പറഞ്ഞത്, രാജ്യത്തിൻ്റെ പേര് പറഞ്ഞില്ല. അപ്പോൾ ഉടനെ അഫ്ഗാനിസ്ഥാൻ കയറി ഇത് പാകിസ്ഥാനാണെന്ന് പറഞ്ഞു, പാകിസ്ഥാൻ പറഞ്ഞു ഇത് അഫ്ഗാനിസ്ഥാനാണ് ചെയ്തിരിക്കുക. താജിക്കിസ്ഥാൻ പറഞ്ഞത് അയൽ രാജ്യത്തെ ക്രിമിനൽ ഗ്രൂപ്പാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു തീവ്രവാദി ഗ്രൂപ്പ് അല്ലേ, ഒരു ഭീകരവാദി ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കാം. താജിക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക അല്ലേ ഭൂരിപക്ഷമുള്ള, പക്ഷെ ഹിജാബൊക്കെ വേണ്ട എന്നൊക്കെ നിയമമൊക്കെ പാസ്സാക്കിയിട്ടുള്ള രാജ്യമാണ് താജിക്കിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ പറഞ്ഞത്, ഈ താജിക്കിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞ ഉടനെ രംഗത്ത് വന്ന അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു ഈ മേഖലയിൽ അസ്ഥിരതയും അരാജകത്വവും അവിശ്വാസവും ഉണ്ടാക്കുന്ന ഒരു ശക്തിയാണ് ഇതിൻ്റെ പിന്നിൽ. ഈ മേഖലയിൽ അസ്ഥിരതയും അരാജകത്വവും അവിശ്വാസവും ഉണ്ടാക്കുന്ന ഒരു ശക്തിയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു. പാകിസ്ഥാൻ പറഞ്ഞു ഇത് അഫ്ഗാനിസ്ഥാൻ താലിബാനാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. ഇത് സംഭവിച്ചത്, ആക്രമണം നടന്നത് നവംബർ 26-ാം തീയതി ആണ് നടന്നിരിക്കുന്നത്. താജിക്കിസ്ഥാനിലെ വിദൂരമായ ഗാത്തിയോൺ പ്രവിശ്യയിലാണ് നടന്നത്. ഒരു ഡ്രോൺ എത്തി, ഗ്രനേഡുകളും ബോംബുകളും ഒക്കെ അതിലുണ്ടായിരുന്നു. ചൈനയ്ക്ക് പങ്കാളിത്തമുള്ള സ്വർണ്ണഖനി ആണത്. അവിടെ പണിയെടുക്കുന്ന സ്വർണ്ണഖനിയിൽ പങ്കെടുക്കുന്ന 3 ചൈന തൊഴിലാളികളെയാണ് കൊന്നിരിക്കുന്നത്. വലിയ സ്ഫോടനം ഉണ്ടായി, ഒരാൾക്ക് പരിക്കുണ്ട്, 3 പേര് കൊല്ലപ്പെട്ടു. അഫ്ഗാനിസ്ഥാൻ മുമ്പ് ഈ കാബൂളിൽ ആക്രമണം നടന്നല്ലോ. കാബൂളിൽ ബോംബാക്രമണം നടന്നപ്പോൾ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞത് ഇത് അമേരിക്ക പാകിസ്ഥാന്റെ ഭൂപ്രദേശം ഉപയോഗിച്ചിട്ട് അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചതാണെന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ അമേരിക്കയാണ് അറ്റാക്ക് ചെയ്യുന്നത്, അമേരിക്കയാണ് ആക്രമണം നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു അഫ്ഗാനിസ്ഥാൻകാരൻ അമേരിക്കയില് നാഷണൽ ഗാർഡുകളെ 2 പേരെ വെടിവെച്ചിട്ട് ഒരാൾ കൊല്ലപ്പെട്ടല്ലോ, ഒരു സ്ത്രീ അതിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ പാകിസ്ഥാന്റെ സഹായം അതിന് കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ IS ഭീകരർക്ക് പാകിസ്ഥാൻ താവളം ഒരുക്കുന്നു എന്നും അഫ്ഗാനിസ്ഥാൻ എപ്പോഴും ആരോപിക്കാറുണ്ട്. അപ്പോൾ പാകിസ്ഥാന്റെ വേർഷൻ എന്താന്ന് വെച്ചാൽ ഞങ്ങളും ഭീകരതയുടെ ഇരകളാണ് എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അഫ്ഗാനിസ്ഥാൻകാരൻ അമേരിക്കയിലെ ആക്രമണം നടത്തിയപ്പോഴും അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഈ 2 രാജ്യങ്ങളും, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും, ചൈനയോട് അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 രാജ്യങ്ങളും 3 പേര് കൊല്ലപ്പെട്ടതിനെ അപലപിച്ചിട്ടുമുണ്ട്. താജിക്കിസ്ഥാനോടും മറ്റേ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അന്വേഷണത്തിൽ സർവാത്മന സഹകരിക്കും, ഇന്റലിജൻസ് ഷെയറിങ്ങോ, അഫ്ഗാനിസ്ഥാൻ എന്ത് ഇന്റലിജൻസ് ഷെയറിങ്, ഇതൊക്കെ ചെയ്യാൻ തയ്യാറാണെന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡയറക്ടർ ഓഫ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അഫ്ഗാനിസ്ഥാൻ്റെ ഹാഫിസ് സിയ അഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സഹകരിക്കാം എന്ന്. താജിക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രോവിൻസ് ISKP അതിന് പാകിസ്ഥാൻ്റെ പിന്തുണ
ഉണ്ടെന്ന് അഫ്ഗാനിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. ഉം. എന്ന് പറഞ്ഞാൽ ഏതോ തീവ്രവാദി ഗ്രൂപ്പ് നടത്തിയതായിരിക്കുന്നതാണല്ലോ ആരോപണം. ആരോപണം അതെ. അപ്പൊ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രോവിൻസിന്റെ പേര് റിപ്പോർട്ടുകളിൽ വരുന്നുണ്ട്. ഉം. അമേരിക്കൻ ഡ്രോൺ സ്ട്രൈക്ക് കാബൂളിൽ ഉണ്ടായിരുന്നല്ലോ, അതെ. ഇതുമൊക്കെ ആയിട്ട് ഇതിന് ബന്ധമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ റിപ്പബ്ലിക്കുകളിൽ ഏറ്റവും ദരിദ്രം ആയിരുന്നാണ് തജിക്കിസ്ഥാൻ. നിറച്ചും തീവ്രവാദ ഗ്രൂപ്പുകളുള്ള സ്ഥലമാണ് ഈ തജിക്കിസ്ഥാൻ. കാരണം ഉപജീവന മാർഗമായിട്ട് പലരും ഈ ഭീകരവാദത്തേക്ക് കൊണ്ടു നടക്കുന്നത്, ഈ ആളുകളെ പിടിച്ചുകൊണ്ടുപോവുക, ആ. എന്നിട്ട് മറ്റേ ബന്ദിയാക്കി പണം വെച്ചിട്ട് ചോദിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ. താലിബാൻ വന്ന ശേഷം അത് കുറച്ച് കൂടുതലാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്ന ശേഷം ഈ ഗാത്തിയോൺ പ്രവിശ്യ, ഈ സംഭവം ഉണ്ടായത് സ്വർണ്ണഖനിയുള്ള സ്ഥലം അഫ്ഗാനിസ്ഥാനിലെ ബദക്ഷൺ എന്ന് പറഞ്ഞ സ്ഥലത്തിന് അപ്പുറമാണ്. മധ്യേഷ്യൻ തീവ്രവാദി താവളം ആയിട്ടാണ് ഗാത്തിയോൺ പ്രവിശ്യ അറിയപ്പെടുന്നത്. പാകിസ്ഥാൻ വിദേശ നയവിദഗ്ധൻ അലിക് ചിസ്തി പറയുന്നത് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അഫ്ഗാൻ താലിബാനാണ് എന്നാണ് പറയുന്നത്. പക്ഷെ സാറേ ഒരു സംശയം, ഈ ബലൂജ് മേഖലയിലും ഇതുപോലെ തന്നെ ആളുകൾ കൊല്ലപ്പെടുന്നത് കൃത്യമായിട്ട് ചൈനയിലെ തൊഴിലാളികൾ, എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെയുള്ളവരാണ്. അപ്പോഴും പാകിസ്ഥാനിൽ അവർക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ളൊരു തോന്നൽ ചൈനക്കാർക്കുണ്ടല്ലോ. അപ്പോൾ ഇവിടെയും ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ അത് അഫ്ഗാനിസ്ഥാനാണെന്ന് പെട്ടെന്ന് ചൈന വിശ്വസിക്കും. അത് പാകിസ്ഥാനായിരിക്കില്ലേ ഒരു പങ്കുണ്ടാവുക? പാകിസ്ഥാനിലെ ഒരു തീവ്രവാദി ഗ്രൂപ്പ് ആയിക്കൂടായികയില്ലല്ലോ. ഇപ്പൊ സുനിജി പറഞ്ഞില്ലേ, ബലൂചിസ്ഥാനിലെ ചൈനക്കാര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അത് ആര് ചെയ്തിട്ടാണ്? BLA ചെയ്യുന്നതല്ലേ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അത് പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പ് എന്ന് പറയാം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് മറ്റേ തജിക്കിസ്ഥാനിലും പോയി ചെയ്തുകൂടെ? അങ്ങനെ ചെയ്യാമെന്ന്. ചൈനയ്ക്ക് അതായത് ചൈനയും പാകിസ്ഥാനും തമ്മിൽ സഹകരിച്ച് നടക്കുന്നു. ചൈനയ്ക്ക് ഒരു പണി കൊടുക്കാം, തജിക്കിസ്ഥാനിലും കൊടുക്കാമല്ലോ. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ അഫ്ഗാനിസ്ഥാനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം, കാരണം പാകിസ്ഥാനിട്ടൊരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ചൈനക്കാര് കൊല്ലപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചൈനക്കാരെ ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ കൊല്ലുമോ? അതൊരു പ്രധാന പ്രശ്നമല്ല. കാരണം ഈ ചൈന തന്നെ പലതവണ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടില്ലേ, ഞങ്ങളുടെ രാജ്യത്തു നിന്ന് വരുന്ന ആളുകൾക്ക് നിങ്ങൾ സംരക്ഷണം തരണം, അത് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് സൈന്യത്തെ അയക്കാമെന്ന് വരെ പറഞ്ഞു. അതിനകത്തൊക്കെ പാകിസ്ഥാൻ പരാജയപ്പെട്ടതല്ലേ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ഒരു പണി കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് പിടിച്ചിരിക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനൊരു പണി കൊടുക്കാം ചൈനയ്ക്ക്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒന്ന് ഉരസിക്കോട്ടെ എന്ന് അഫ്ഗാനിസ്ഥാന് വിചാരിക്കാം. കാരണം അഫ്ഗാനിസ്ഥാനിലൊരു ചെറിയ ചുരം പോലുള്ള ഒരു സ്ഥലം ഏറ്റെടുക്കാൻ ചൈനയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അത് കൊടുത്തില്ല എന്നാണ്. ഒരു കോറിഡോർ സൃഷ്ടിക്കണമെന്നൊക്കെ ഒരു കോറിഡോർ, ഒരു മലയും ഒക്കെ ആയിട്ട്. അത് ചൈനയ്ക്ക് അത് കിട്ടിയാൽ നല്ലതായിരുന്നു, ഇന്ത്യക്ക് ഇട്ട് പണിയാം. POKയും ചൈനയുമായിട്ട് അതിർത്തി ഉണ്ടല്ലോ. അപ്പോ ആ ബാൾട്ടിസ്ഥാൻ എന്നൊക്കെ പറയാം. അപ്പോൾ അത് കിട്ടിയാൽ POKയിൽ ചൈനയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാം എന്നുള്ളൊരു നിലപാടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ട് വലിയ അടുപ്പം സമീപകാലങ്ങളിൽ വളർന്നു. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ചൈനയ്ക്കിട്ട് അഫ്ഗാനിസ്ഥാൻ പണി കൊടുത്തതാണ് എന്നും വിചാരിക്കാം. അല്ല, ഇന്ത്യയും ഈ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അടുപ്പം ചൈനയ്ക്ക് അത്ര സുഖകരമല്ല. കാരണം ചൈന അഫ്ഗാനിസ്ഥാനിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അഫ്ഗാനെ ഒന്ന് മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, അല്ലെ അവരിലൊന്ന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നേരെ ഞങ്ങൾ വരുന്നു, അങ്ങനെയും കൂടെ ചൈന ഒരു നീക്കം നടത്തിക്കൂടെ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട്? അല്ല, ചൈന എങ്ങനെയായാലും നീക്കം നടത്തും. അതായത് അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനം ചെലുത്താൻ അവർക്ക് ആഗ്രഹമുണ്ടല്ലോ. പക്ഷെ താലിബാൻ പറഞ്ഞുകൊടുത്തിട്ട് ഇപ്പോൾ ഇന്ത്യയോടാണല്ലോ താല്പര്യം. അതുകൊണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ രാജ്യത്തെ ആളുകളെ കൊന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് മേൽ ഞങ്ങളുടെ തിരിച്ചടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമ്മർദ്ദം ചെലുത്തിക്കൂടെ അവരെ പേടിപ്പിക്കാൻ? അതാണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൽ പ്രധാനം എന്താണ്? ചൈനയ്ക്ക് ഇതേപ്പറ്റിയൊരു അറിവുണ്ടാവുമല്ലോ. ഏത് രാജ്യമാണ് ചൈനക്കാരെ കൊന്നത് എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ചൈനയ്ക്കായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഡ്രോൺ അറ്റാക്ക് ആയിരുന്നു. അതെ, ചൈന പറയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.